അവർക്ക് ടെൻഷനുണ്ട്. ഒന്നാമത് കുറച്ച് ദൂരം കാടിനുള്ളിലൂടെ വരണം, അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. പിന്നെ ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണേലും പകുതി സ്ഥലവും കാട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അകമ്പാടം എന്ന് പറഞ്ഞൊരു ഏരിയ, അതിൽ ആനയും എല്ലാം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഏരിയ. ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു. ചേച്ചിയെ കല്യാണം കഴിച്ചയച്ചു. പിന്നെ എന്നെ പഠിപ്പിക്കലും ലോൺ എടുത്ത് എല്ലാം ആയി, കല്യാണം കഴിക്കലും എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേനും സാമ്പത്തികമായിട്ട് ഇച്ചിരി വീടും സ്ഥലവും ഇച്ചിരി ഉണ്ടായിരുന്നു, അത് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് വീടും സ്ഥലമൊന്നുമില്ല. ഞാൻ 2009 പഠിച്ചിറങ്ങിയത്. പലിശ 8,000 രൂപയോളം അടയ്ക്കാൻ അവർ പറയുന്നുണ്ട് ഒരു മാസം. ആകെ കിട്ടുന്നത് 11,000 രൂപയാണ്. എല്ലാവരുടെയും കാര്യം നോക്കണം, ഇവിടുത്തെ മക്കളുടെ കാര്യം നോക്കണം, അച്ഛൻ്റെ അമ്മേൻ്റെയും കാര്യം നോക്കണം. ഇത് ഒന്നും ആവുന്നില്ല. വീട്ടിലെ ഒരു അസുഖം വന്നാൽ തന്നെ ഒന്ന് മക്കളെ കൊണ്ടുപോകാനോ ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നിനും പറ്റുന്നില്ല. നമുക്കൊരാളെ സേവനമാണല്ലോ, ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ഒരു അസുഖമായി വന്ന ആൾക്ക് സുഖം പ്രാപിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ. ക്യാമറാമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.